ഹാർഡ് വർക്ക്, ഫിസിക്കലായിട്ടുള്ള ഹാർഡ് വർക്ക് ഇട്ടിട്ടുള്ള പെർഫോമൻസ് ആണ് ഇവിടെ കാണാൻ പറ്റും. ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ ചെയ്യാം മഞ്ജു വാര്യർക്ക്. അവിടെയാണ് അവർ ഫുട്ടേജ് തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു സെലക്ഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഐ ഡോണ്ട് നോ, ഐ മീൻ ഇതൊരു മേ ബി അവർക്കും ഇതൊരു ഡിഫറെൻറ്റ് ഫിലിം, ഓഡിയൻസിനൊരു ഫ്രഷ് ഫിലിമായിട്ട് അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് കൊടുക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കും ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഇപ്പം മലയാളത്തിലും കമേഴ്ഷ്യൽ സക്സസ് മാത്രമല്ലല്ലോ, എത്ര എക്സ്പെരിമെൻ്റൽ ഫിലിംസാണ് ഇറങ്ങുന്നത്. അപ്പം സക്സസ് അതിലല്ലല്ലോ, അത് ഓഡിയൻസിൻ്റെ കാര്യം. ഇതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വിധം ഉണ്ടല്ലോ. അത് ശരിക്കും അങ്ങനെ ഒരു ചിൽ ഫീലിംഗ് കിട്ടിയിരുന്നു നമ്മൾ ഈ ഫോറിൻ ഫുട്ടേജ് സിനിമകളൊക്കെ കാണുന്നത്. അബ്സല്യൂട്ട്ലി, അത് സ്പെഷ്യലി അതിനാണ് തിയേറ്ററിൽ തന്നെ കാണേണ്ടത്. ആ ഒരു സൗണ്ടിൻ്റെ ഇമ്പാക്റ്റും ശരിക്കും ഫീൽ ചെയ്യും തിയേറ്ററിൽ. താങ്ക് യു വെരി മച്ച്. ഓഡിയൻസിലൂടെ പ്രീമിയർ ഷോ കണ്ടുകൊണ്ടായിരുന്നു. നല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണം ആളുകൾ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. എക്സ്പീരിയൻസ് ഫിലിമാണ്. അതെ, മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ബ്രേവ് അറ്റംപ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താണ് ഇഷ്ടപ്പെട്ടത്? ഇതുപോലെയാണ് ക്യാമറ കാരണം എല്ലാവരും കണ്ണിനൊക്കെ പോകുമ്പോൾ ഒരു ഹോളിവുഡിലെ മേക്കിംഗ് ഒക്കെ ആണ്. അത് കൊള്ളാം. നല്ല ക്യാമറ നന്നായിട്ടുണ്ട്. മഞ്ജുവാരിക്കൊക്കെ മഞ്ജു ഗ്യാപ്പിന് ശേഷമുള്ള മലയാളത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. അത് പ്രേക്ഷകർ കാണണം. പിന്നെ യൂട്യൂബ് ഫുട്ടേജിന് വേണ്ടി പോകുന്ന ഒരു കാര്യം, വ്യത്യസ്തമായ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി യൂട്യൂബേഴ്സും ബാക്കി ചാനലുകൾ എടുക്കുന്ന ഫുട്ടേജ് എന്നുള്ള ടൈറ്റിൽ തന്നെയാണ് ആ പടത്തിൻ്റെ ഏറ്റവും കൂടി സംഭവം. എല്ലാവരും ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? പടം നമ്മളാണല്ലോ അതിൻ്റെ പിന്നറിയില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് പോയിട്ട് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നിങ്ങൾ പോയിട്ട് നിങ്ങൾ പറയുന്നത് എക്സ്പീരിയൻസ്. ആൾക്കാരുടെ പ്രതികരണങ്ങൾ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമായിട്ട് നല്ല തിയേറ്റർ എക്സ്പീരിയൻസസ് ആണ് നിങ്ങൾ എടുക്കുന്ന. ഓരോരുത്തർ പോയി